ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ അസർബൈജാനിലെ ഏറ്റവും വിദൂരവും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഖിനാലിക് അഥവാ സിനാലിക് ഗ്രാമം തേടിയുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. അസർബൈജാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബാക്കുവിൽ നിന്ന് ഒരു 3 മണിക്കൂറോളം ഉണ്ട് ഇവിടെ എത്താനായിട്ട്. അപ്പോൾ ഒരു 200 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇങ്ങോട്ടുള്ള വഴിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടില്ല. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ അതിർത്തിയോട് ചേർന്നാണ്, അതായത് അസർബൈജാൻ റഷ്യയുടെ അതിർത്തിയോട് ചേർന്നാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വഴി കൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാറകളും ആ ഒരു മൗണ്ടനും പിന്നെ ചെങ്കുത്തായ ആ ഒരു താഴ്വാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാനുള്ളത്. വീണ്ടും ഒരു സ്റ്റോപ്പ് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ 3-ാമത്തെ 4-ാമത്തെ സ്റ്റോപ്പാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരം വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ നിർത്തി കുറച്ച് ഇതൊക്കെ കാണാൻ പറ്റിയ ആ ഒരു ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി ഞാൻ വില്ലേജിൻ്റെ പേര് നോക്കിയിട്ട് സിനാലിക് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഇനി എനിക്കത് തെറ്റത്തില്ല. ഓക്കെ, തെറ്റിയാൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വലിയ മലയിടുക്കിൻ്റെയൊക്കെ ഇടയിലുള്ള പോലത്തെ ഒരു ചെറിയൊരു വ്യൂ പോയിൻറ്റ്. താഴെ ഒരു ചെറിയ അരുവിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ ആദ്യമൊക്കെ കുറച്ച് ഗ്രീനറി ആയിരുന്നു. ഇപ്പോൾ കാണുന്നതെല്ലാം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ആ ഒരു മൗണ്ടൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ വഴിയിൽ നമുക്ക് ഒരുപാട് ചെമ്മരി ആടുകളൊക്കെ ഈ സംഭവത്തിന് നമുക്ക് ഒരുപാട് വഴിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അല്ലാതെ ഈ വാഹനങ്ങളുടെ ഒരുപാട് ട്രാഫിക് അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളോ ആൾക്കാരും വണ്ടികളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈവൻ ഈ ആൾക്കാർ പോലും ഈ പരിസരങ്ങളിലൊക്കെ ഇതുപോലെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ആൾക്കാർ ഉള്ളൂ. അല്ലാതെ ഒന്നും അങ്ങനെ ഒരുപാട് ട്രാഫിക്കും അല്ലെങ്കിൽ മനുഷ്യവാസമുള്ള ആ ഒരു സ്ഥലമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടായിരിക്കും ഇതിന് അസർബൈജാനിൻ്റെ ഏറ്റവും റിമോട്ടായിട്ടുള്ള ആ ഒരു വില്ലേജാണ് സിനാലിക് എന്ന് പറയുന്നത്. ബെൻസിൻ്റെ വണ്ടിയാണെങ്കിലും ചില സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ ആ വണ്ടിയും വലിക്കത്തില്ല. അപ്പം ഇറങ്ങി കുറച്ച് ദൂരം ഒന്ന് എല്ലാവരുടെ അടുത്തും ഒന്ന് നടക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി അങ്ങ് നടക്കുകയാണ്. ഇത് നല്ല ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാതയാണ് ഇത്. നല്ല ഭംഗിയാണ്. അവിടെ ഒരു സെറ്റിൽമെൻറ്റ് വില്ലേജ് എന്ന് പറയാൻ നമുക്ക് ചെക്ക് എന്നാണ് ആ വില്ലേജിൻ്റെ പേര്. നമ്മൾ അവിടെ പാസ് ചെയ്താണ് നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കാൻ നമ്മുടെ പുറകെ നിന്ന് നമ്മളെ വണ്ടി കയറി വരുന്നുണ്ട്, ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. വണ്ടി കയറ്റമൊക്കെ കയറി അങ്ങനെ മുകളിൽ ചെന്ന് ബാക്കി ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു നിർത്തിയ സ്ഥലത്ത് ആ ഒരു കാഴ്ച ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല ഒരു പെയിൻറ്റിങ് ഒക്കെ വരച്ചതുപോലുള്ള ആ ഒരു ഭംഗിയാണ് ഈ സ്ഥലങ്ങൾക്കെല്ലാം ഉള്ളത്. ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരിടത്തൂടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നിർത്തി കണ്ട് പോകാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഒന്നുകിൽ ഒരു പ്രൈവറ്റ് ടൂറായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് ടൂറായിട്ട് എടുക്കുക. സ്വന്തം നിലയ്ക്ക് വരാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം അതാണ്. കയറ്റവും ഇറക്കവും മലയും കാടും ഒക്കെ താണ്ടി നമ്മൾ സിനാലിക് വില്ലേജിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഫുഡ് എങ്ങനെയുണ്ട്, അതിൻ്റെ എന്തൊക്കെ ഡിഷുണ്ട്, സ്പെഷ്യലായിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട്, അമ്മാതിരി കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ കുറച്ച് നേരം എനിക്ക് തോന്നുന്നു നമ്മൾ 10 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ 3:30 മണിയായി. അപ്പോൾ അത്രയും സമയമെടുത്തു. റോഡൊക്കെ നല്ല കട്ടി റോഡായിരുന്നു. കൃഷിയും ആട് വളർത്തലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് ടൂറിസം. ഈ വരുന്ന ഗസ്റ്റുകളെയൊക്കെ അവരുടെ വീടുകളിലേക്കൊക്കെ വെൽക്കം ചെയ്ത് അവരുടെ തനതായിട്ടുള്ള വിഭവങ്ങളൊക്കെ കൊടുത്ത് സൽക്കരിക്കുക, അതിൽ നിന്നുള്ള ചെറിയൊരു വരുമാന മാർഗം, അതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. ഒരു തനി അസർബൈജാൻ ഗ്രാമം തന്നെയാണിത്. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇത്. കോഴിയും ആടും വൈക്കോൽ കൂനകളും ഈ ചാണക വരളി അങ്ങനെ നമ്മൾ പറയും ആ സാധനമൊക്കെ ചുമരിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള വീടുകളൊക്കെ ആയിട്ട് ഒരു പക്ക ഗ്രാമം. ചിലപ്പോൾ അസർബൈജാനിലെ ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. വീടുകളൊക്കെ വേറൊരു സ്റ്റൈലാണ്. ഇവിടെ തേച്ച വീടുകളൊക്കെ കുറവാണ്. അങ്ങനെ 1-2 വീടുകളൊക്കെ ഉള്ളൂ. ബാക്കി ഫുള്ളും ഇതുപോലെ കല്ലൊക്കെ കൊണ്ടിങ്ങനെ അടുക്കി ചേർത്ത് ചുമരൊക്കെ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളൊക്കെയാണ്. ചില വീടുകളുടെ മേൽക്കൂരയാണ് ഇപ്പോൾ തൊട്ട് മുകളിലുള്ള വീടിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ബേസ്മെൻ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ ഉള്ള രീതിയാണ്.
നമ്മുടെ ലഞ്ച് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു വീടുണ്ട്, അവിടേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഉച്ചഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അസർബൈജാനി ലോക്കൽ ഫുഡ് ആണ് എന്ന് നമുക്ക് സെർവ് ചെയ്യാൻ പോകുന്നത്. ഫുഡ് റെഡിയാക്കിയിരിക്കുന്ന വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പർപ്പിൾ ഗേറ്റ് കണ്ടില്ല, അവിടെയാണ് നമ്മുടെ ഫുഡ് റെഡി ആയിരിക്കുന്നത്. എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് പോയി നോക്കാം. കാരണം ഇവരൊന്നും പറഞ്ഞിട്ടില്ല എന്താണെന്ന്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഈ വീട്ടിൻ്റെ ആ ഒരു ഉടമസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഹോസ്റ്റ് എല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ ചെറിയൊരു മുറ്റം പോലത്തെ ഒരു സ്ഥലമുണ്ട്, സൈഡിലൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വെളിയിലാണ് കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു അടുപ്പൊക്കെ കൂട്ടി കുക്ക് ചെയ്തതിൻ്റെ ആ ഒരു ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് സെർവ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഡിഷ് വച്ചതിൻ്റെ ആ ഒരു ബാക്കിയായിരിക്കണം ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും വീട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ടാണ് അകത്തേക്ക് കയറുന്നത്. നമ്മളും ആ പതിവ് തെറ്റിക്കുന്നില്ല, നമ്മളും ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്തേക്ക് കയറുവാണ്. പുറമേക്ക് ചെറിയൊരു വീടാണെന്ന് തോന്നുമെങ്കിൽ അകത്ത് ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ റൂമിലോട്ടും നമ്മൾ കയറുന്നില്ല, അവരുടെ ആ ഒരു പേഴ്സണൽ അവരുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്നത് ആ ഒരു ഹാളും ഡൈനിങ് റൂമും ഒക്കെ ഉള്ള സ്ഥലത്താണ്. അതാണ് അവരുടെ കിച്ചൺ നമ്മൾ കണ്ടത്. അപ്പോൾ ഹാളിലും അവരുടെ ഡൈനിങ് റൂമിലും ഒക്കെ ആയിട്ട് ഇരിക്കാനാണ് പ്ലാന്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഈ ഹാളിലും കുറച്ച് ആൾക്കാർ ഡൈനിങ് ടേബിളിൽ ഇരിക്കാനായിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കയറി എത്തുന്നതിന് മുന്നേ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ ഈ ട്രിപ്പിൽ വന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് അവരുടെ ആ ഒരു പൊസിഷൻസൊക്കെ സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കൊന്ന് സെറ്റാവാം. ഞാൻ നേരത്തെ ഹാളാണെന്നാണ് പറഞ്ഞത്, ഞാൻ വിചാരിച്ചത് ഹാളായിരിക്കുന്നതാണ്, പക്ഷേ ഇത് അവരുടെ ബെഡ്റൂമാണെന്ന് തോന്നുന്നു. കാരണം സൈഡിലൊരു വലിയ ബെഡൊക്കെ കിടപ്പുണ്ട്. എന്തായാലും ഓക്കെ, നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടാണ്. എങ്കിൽ പിന്നെ നേരെ ഇവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കാം. പ്ലേറ്റും എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ കുറേ കെച്ചപ്പും ആവശ്യമുള്ള സംഭവങ്ങളും ഉപ്പും പെപ്പറും അതുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ടേബിളിൽ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി പോലത്തെ പാപ്രിക്ക പൗഡർ എന്തോ ആണ്, ഇതെന്തോ കഴിക്കാനുള്ള ഒരു ഫ്രൂട്ടാണ് തന്നത്. ആദ്യം തന്നെ സലാഡാണ് വന്നത്. സലാഡ് ഇതുപോലെ കുക്കുംബറും ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു സലാഡാണ് വന്നത്. അതിനുശേഷം ബ്രെഡ് വന്നു. ബ്രെഡ് ഈ വലിയ ബ്രെഡാണ് ഈ ഭാഗങ്ങളിലെല്ലാം കിട്ടുന്നത് കേട്ടോ. അതിന് പല കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ്. പിന്നെ ഒരു സൂപ്പ് പോലത്തെ ഒരു സാധനം വന്ന്, ലെൻറ്റിൽ സൂപ്പ് പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ പരിപ്പൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു സാധനമാണ് അതിന് ശേഷം കൊണ്ടുവന്നത്. ഇതെല്ലാം തനത് അസർബൈജാനി ഡിഷുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കുന്ന ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മെയിൻ കോഴ്സ് ഐറ്റംസ് വരാൻ വേണ്ടി കാത്തിരുന്ന് കുറച്ച് കഴിഞ്ഞ് മെയിൻ കോഴ്സും വന്നു. അത് ഒരു പുലാവ് പോലത്തെ സാധനമാണ് ആദ്യം വന്നത്. അത് ഏകദേശമൊക്കെ നമ്മൾ കഴിച്ച് തീർത്തു. പിന്നെ ഒരു ഇലയിൽ പച്ചിലയിൽ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ചിക്കൻ്റെ എന്തോ ഒരു ഡിഷാണ്, അതിങ്ങനെ വേവിച്ച് പുഴുങ്ങിയെടുത്ത് കിട്ടുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ എഗ് പ്ലാന്റിൻ്റെ നമ്മുടെ വഴുതനയുടെ ഒരു കറി വന്നു. എഗ് പ്ലാന്റ് വഴുതന അല്ല, ഈ കത്തിരിക്ക അതിൻ്റെയൊക്കെ ഒരു കറി വന്നു. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വില്ലേജ് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കു സിറ്റി സെൻറ്ററിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ അവർ തിരിച്ചും കൊണ്ടുവിടും. അപ്പോൾ ഫുഡും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചല്ല. 12 മന്നത്താണ് ഇവിടെ അതിന് ഫുഡിന് അവർ ചാർജ് ചെയ്തത്. അത് ഈ പാക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇതെല്ലാം വളരെ സാധാരണമായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന തരത്തിലുള്ള വീടുകൾ തന്നെയാണ്. ഇവിടെ ടൂറിസം ഒരു പച്ചപിടിച്ച് വരുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവരുടെ തനത് ജീവിത രീതിയൊക്കെ കാണാനായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ഇവർ ഇപ്പോഴും ഈ വീടുകളൊക്കെ ഒന്നും ഓടി പിടിപ്പിക്കാതെ ആ ഒരു പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും ടൂറിസ്റ്റുകൾ ഈ സ്ഥലം തേടി വരുന്നത്. അപ്പോൾ ഓരോ വീടുകളും ആ ഒരു പഴയ ഒരു വീടിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ചെളിയും വൈക്കോലും ഒക്കെ കൊണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് വീടുകൾ ആ ഒരു ബ്രിക്സൊക്കെ വച്ചേക്കുന്നത്. വഴിയും കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടാറോ അങ്ങനെ യാതൊന്നും ഇട്ടിട്ടൊന്നുമില്ല. എല്ലാം ആ ഒരു പഴയ മൗണ്ടൻ റോഡ് പോലെയൊക്കെ ഇരിക്കുന്ന രീതിയിലാണ് ഇവിടെ വീടുകളിലേക്കുള്ള വഴികളും എല്ലാം ഉള്ളത്.
എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടത്തുകാരെ സംബന്ധിച്ച് ഈ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് അവർക്കൊന്നും വലിയ ഒരു വിഷയമായിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഓരോരുത്തർ ഈ പോകുന്ന ലേഡിയൊക്കെ അവരുടെ സ്ഥിരം ജോലിയൊക്കെ ചെയ്തിട്ട് അവർ മര്യാദയ്ക്ക് അവരുടെ കാര്യം നോക്കി അങ്ങ് പോവാണ്. ടൂറിസ്റ്റുകളെ ഒന്ന് നോക്കുകയോ ചിരിക്കുകയോ അങ്ങനെ യാതൊരു തരത്തിലുള്ള യാതൊരു ഇതുമില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ അങ്ങനെ ആരോ വന്നിട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. അവർ നെവർ മൈൻഡ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ പലരെയും അവരുടെ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടത്. ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മിക്ക വണ്ടികൾ ഈ പഴയ സോവിയറ്റ് കാലത്തേക്കുള്ള ആ ഒരു മോഡലിലൊക്കെ ഉള്ള വണ്ടികളൊക്കെയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ വലതുവശത്ത് ആ കാണുന്ന ആ ഒരു റോസ് പെയിൻ്റ് അടിച്ച വീടാണ് ഇവിടെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഒരു വീടായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാ വീടുകളും ഒരു ഡാർക്ക് ഒരു ഗ്രേ കളർ പോലെയോ അങ്ങനെയൊക്കെയാണുള്ളത്. എല്ലാത്തിൻ്റെയും ഡിസൈൻ ഒരുപോലെയാണ്. ഒരു വീടുകൾക്കും അങ്ങനെ ഒരു മതിലോ അങ്ങനെ ഒരു ബൗണ്ടറിയോ അങ്ങനെ യാതൊന്നുമില്ല. എല്ലാം ഇടകലർന്ന് ഒരു മലയുടെ മുകളിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാർ, അതാണ് ഈ സിനാലിക് വില്ലേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നടന്ന് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇതിൻ്റെ ടോപ്പിൽ കയറി ഈ വില്ലേജ് എൻ്റെ രണ്ട് വശത്തുള്ള ഈ വഴിയുടെ രണ്ട് വശത്തുള്ള വീടുകളും അവരുടെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ചിറങ്ങുക. അതാണ് നമ്മുടെ ഉദ്ദേശം. അതാണ് ഈ ടൂറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നടക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. ടർക്കിയിൽ നിന്ന് വന്ന ആളുണ്ടായിരുന്നു, സൗദിക്കാരനായിട്ടുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു, UK നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, സ്പെയിനിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു 3-4 പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ലോകത്തിൻ്റെ വേറൊരു കോണിൽ ഉള്ള ഒരു ഡിഫറൻ്റായിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെയും അവരുടെ ആ ഒരു ചുറ്റുപാടും കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഈ ട്രിപ്പിൽ. ഇവിടെ പഴയ സോവിയറ്റ് ലുക്കൊക്കെ ആ ഒരു ഫീലൊക്കെ നമുക്ക് തരുന്ന ഒരു ലോറിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്രണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് അതിനെ ആ വണ്ടി കാണാനായിട്ട്. ഞാനപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ വണ്ടി. ഇവിടേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയായിരിക്കണം. വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ. ആ കംപ്ലീറ്റ് ആ ഒരു മൗണ്ടൻ റേഞ്ച് മൊത്തം നമുക്ക് കാണാൻ പറ്റും. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് താഴെയുള്ളതാണ് വില്ലേജ്. തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് കണ്ടത് ഈ തുണി ഉണക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ മാംസവും കൂടെ പാളികളായിട്ട് കട്ട് ചെയ്ത് ഉപ്പും പുരട്ടി വെച്ച് ഉണക്കുന്നത്. തണുപ്പ് കാലത്തേക്കുള്ള ആഹാരമാണ് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ കയറി ഫുഡും ഒക്കെ കഴിച്ച് ഏറ്റവും ടോപ്പിൽ വന്നു. അടുത്ത സൈഡിൽ കൂടെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഇറങ്ങുന്ന വഴിക്ക് വേറൊരു സംഭവം ഞാൻ കണ്ടു. ഒരു പശുവിൻ്റെ അല്ലെങ്കിൽ കാളയുടെ എന്തിൻ്റെ ഒരു തോല് ഇവിടെ ഒരു സൈഡിൽ ഉണക്കാനിട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മരിക്കുക അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞതിന് ശേഷം അവർ ഈ തോലൊക്കെ ഉണക്കി അതും ഈ ഡ്രസ്സൊക്കെ ഉണ്ടാക്കാനായിട്ട്, ഈ തണുപ്പ് കാലത്ത് ഉള്ള ഡ്രസ്സൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ അവർ സെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ ഏകദേശം തീർന്ന ഒരു മട്ടാണ്. ഇവിടെ വന്നു പോകാനായിട്ട് ഒരു ദിവസം ഫുള്ള് വേണം. സ്വന്തമായിട്ട് വരുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഒരു ടൂർ പാക്കേജ് എടുത്ത് വരുന്നത് തന്നെ ആയിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, സിനാലിക് വില്ലേജിലെ കാഴ്ചകളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. ഇവിടെ കാണാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ബാക്കു വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അസർബൈജാൻ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ കാണാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടാനായിട്ട് ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ബാക്കുവിലെ അല്ലെങ്കിൽ അസർബൈജാനിലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.